അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ മൈലാഞ്ചി ഫംഗ്ഷന് പോകുന്ന വീഡിയോ ആണ് കാണുന്നത്. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ഫുൾ ബ്ലാക്ക് തീമിലായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് പുറത്തിറങ്ങി നിന്ന് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് ഇതായിരുന്നു എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഡാഡി കൂൾ ഓഫീസ് കഴിഞ്ഞ് വന്ന് എന്നിട്ട് നമ്മൾ ഡാഡി കൂളിനോട് പോകുന്ന കാര്യം മാതാജി പറയുമായിരുന്നു. അങ്ങനെ മാതാജി ചായ എന്തൊക്കെ തന്നിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇന്ന് അപ്പോഴത്തേനും ഡാഡി കൂൾ നമുക്ക് പേരയ്ക്കയൊക്കെയാണ് മേടിച്ചോടുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ് പേരയ്ക്ക. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി വൈകുന്നേരം വരുമ്പോൾ കഴിക്കാമെന്ന് വെച്ചത്. അതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. ഇത് ഞാൻ എറണാകുളത്തു നിന്നൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അങ്ങനെ ഞാനും മാതാജിയും റെഡിയായി നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചെക്കൻ്റെ വീട്. നമ്മുടെ ഒരു വീടിൻ്റെ റോഡ് ഇറങ്ങുന്നത് ചെക്കൻ്റെ വീട്ടിലോട്ടാണ്. അങ്ങനെ ചെക്കൻ്റെ വീട് വന്ന് നമ്മൾ അകത്തോട്ട് കയറി അടുക്കളയിൽ ചെന്നപ്പോൾ എല്ലാ റിലേറ്റീവ്സും ചായയൊക്കെ അനത്തുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരും പോകുന്നതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും പറയാനും അതിൻ്റെ ഇടയ്ക്ക് പാത്തു വന്നു. നമ്മൾ 5 മണിക്ക് പുറപ്പെടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി. 5:30 കഴിഞ്ഞ് 5:45 എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ സെറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ റഹാം ബേബി വന്ന് 2 ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര കുസൃതിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേനും നമ്മൾ റെഡിയായി പോകാമെന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങി. പെട്ടിയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. 2 കാറിലാണ് പോകുന്നത്. ഒരു കാറിൽ ഞാനും എൻ്റെ അനിയന്മാരുമായിരുന്നു. ചേട്ടനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. പുറകിലാണ് പാത്തുമൊക്കെ വന്ന കാറ്. അങ്ങനെ നമ്മൾ നേരെ പന്തളത്തോട്ടാണ് പെണ്ണിൻ്റെ വീട് പന്തളമായിരുന്നു. അങ്ങനെ നമ്മൾ പന്തളത്തെത്തിയപ്പോൾ വഴി തെറ്റിപ്പോയി ഈ സൈഡൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ വഴിയൊക്കെ നോക്കി കറക്റ്റ് വഴിയിലൂടെ നമ്മൾ അറ്റ് ലാസ്റ്റ് ഫൈനലി നമ്മൾ പെണ്ണിൻ്റെ വീടെത്തി. ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സ്റ്റേജ് വരുന്നത്. ഇവിടെ നമ്മൾ പെൺകുട്ടീനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവർ പെങ്ങളൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടിരുത്തുന്നത്. അങ്ങനെ പെൺകുട്ടീനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റേജ് എടുത്തതിനകത്ത് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ കൊണ്ടുവന്നത് നാളത്തേക്കുള്ള ഡ്രസ്സും നാളത്തേക്ക് കല്യാണ പെണ്ണിടേണ്ട എല്ലാ ഡ്രസ്സും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ അതെല്ലാം ഞാൻ കൊടുത്ത് അങ്ങനെ ഞാനും ആഷ്ന എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഞാനും ആഷ്നയും കൂടെ ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോസും അവർ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം മൈലാഞ്ചിയുടെ ഫംഗ്ഷൻ ഇതായിരുന്നു. കുട്ടീൻ്റെ കൈയുടെ ഫ്രണ്ടിൽ കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് സ്വീറ്റ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഞാൻ ചോദിച്ചു ചെയ്തിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് പിന്നെ പാത്തു മൈലാഞ്ചി ഇട്ടു. അത് കഴിഞ്ഞ് റിഹാൻ ബേബി ഫാമിലി ആയിരുന്നു മൈലാഞ്ചിയൊക്കെ ഇട്ടത്. അങ്ങനെ വന്നവരെല്ലാവരും മൈലാഞ്ചി ഇട്ട് വന്നപ്പോൾ ഞാനും പാത്തും പുറത്ത് പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും പാത്തും കൂടെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ കല്യാണ പെണ്ണിനോട് എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കുറച്ചെടുത്ത് പിന്നെ കല്യാണ പെണ്ണുമായിട്ടിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ആഷിനെ പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേനും ഞാനും പാത്തും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കുറച്ച് നീങ്ങി നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോവാൻ നാളെ കാണാം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് എല്ലാവരെയും വീഡിയോസ് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ഹായൊക്കെ തന്നിട്ട് പോയി. അങ്ങനെ നമ്മൾ നേരെ മാന്നാറേക്ക് പോവാണ്. മാന്നാറ് പോകുമ്പം കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ക്ഷീണമായി. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞില്ല. അങ്ങനെ ക്ഷീണമായി നമ്മൾ ലാസ്റ്റ് ചെക്കൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ചെക്കൻ്റെ വീട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കല്യാണ വീടിൻ്റെ ഒരു സെറ്റപ്പൊക്കെ വന്ന് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ നമ്മളെയും കാത്ത് എല്ലാ റിലേറ്റീവ്സും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പോയി വിശേഷങ്ങളൊക്കെ ചോദിക്കുക. കല്യാണം ചെക്കനാണ് റെഡ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്തൊക്കെയായിരുന്നു അവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നൊക്കെ എല്ലാവരും കൂടെ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. എല്ലാവരും നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്ത് അവിടെ നിന്നപ്പോൾ 10 ബേബി വന്നു നമ്മുടെ അടുത്ത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. നാളെ രാവിലെ തന്നെ കല്യാണത്തിന് പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.